ഹായ് ഗായ്സ്, വെൽക്കം ടു കബോഡിൽസ്. എന്താ ഇരുട്ടത്ത് നിൽക്കണമെന്നല്ലേ? ഞങ്ങളിതാ പുറത്തേക്ക് പോവാണ്. ഇന്നലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബാഡ് ഡേ ആയിരുന്നു. സോ ഇന്നൊന്ന് പുറത്തേക്ക് പോയിട്ട് ഒന്ന് അൺവൈൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഈശോൻ്റെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. എനിക്കും ഭാവിക്കും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു റെഡി ആയിക്കോളാൻ. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ജസ്റ്റ് ഒരു ഡ്രൈവ് എന്നായിരുന്നു മനസ്സിൽ. അതിൻ്റെ ഒരു സന്തോഷമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും മുഖത്ത് കാണുന്നത്. ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടൻ എൻ്റെ അടുത്ത് പറയുകയാണ് നമുക്ക് ജബൽ ഹഫീത്തിലേക്ക് പോകാമെന്ന്. ഇതെവിടെയാണെന്ന് പോലും അറിയാത്തതുകൊണ്ട് ഞാൻ തലയാട്ടി. അങ്ങനെ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുവാവ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഉറങ്ങിയതാണ്. ഇതാണ് നമ്മൾ പോകുന്ന റോഡ് നല്ല സ്റ്റൈലാണെങ്കിലും 2 സൈഡിലും ഡെസേർട്ടാണ്. ഏത് മിഡിൽ ഈസ്റ്റ് കൺട്രി ആണെങ്കിലും സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ളത് ഇങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ഡെസേർട്ടും അതിൻ്റെ ഇടയിലുള്ള ഒയാസിസ്, ക്യാമൽ, ഇതെല്ലാമാണ്. 2 hours ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ ജബൽ ഹഫീത്തിലേക്ക്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതൊരു ചായ കുടിച്ചാലോ എന്ന് തോന്നി. ഈ ഡെസേർട്ടിലും ഒരു ചെറിയ ചായക്കട തുറന്നു വെച്ച് ഒരു മലയാളി ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. സംഗതി ചെറിയ ചായക്കടയാണെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത മെനു അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ ചായയും റൊട്ടിയും മട്ടൻ ബ്രെയിനൊക്കെ കഴിച്ചു. എന്തിനാ ഇപ്പം മോശമാക്കുന്നേ അല്ലേ? ഒരു ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കി ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേനും ഹാനിക്കുട്ടൻ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ റൊട്ടി കൊണ്ട് ഒളിച്ചോ കണ്ടേ കളിക്കാണ് കേട്ടോ. പിന്നെ കാറിലിരുന്നൊരു കുത്തിമറയിലൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. വാവ ഉറങ്ങുന്ന സമയത്തല്ലാതെ സ്വസ്ഥമായിട്ട് ഇരുന്ന് യാത്ര ചെയ്തൊരു കാലമേ മറന്നുപോയി തുടങ്ങി. ജബൽ ഹഫീത്ത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അബുദാബി അലൈൻ്റെയും അതുപോലെ ഒമാൻ കൺട്രിയുടെയും ബോർഡറിലായിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലൈൻ സിറ്റി കൂടെയാണ് നമ്മൾ പോയത്. കുഞ്ഞിൻ്റെ വാശി കൺട്രോൾ ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഈ കാണുന്നത് കേട്ടോ. അലൈനിൽ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് വൈബായിരുന്നു. ഇവിടെ കണ്ടോ, ടെറേനൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നന്നായി ലാൻഡ്സ്കേപ്പ് ചെയ്ത റോഡുകളും. ഇവിടെ കുറേ ഫാംസ് ഉണ്ട്. ടോൾ ബിൽഡിങ്സ് ഇല്ല. ഫ്രഷ് എയർ ആണ്. കുറച്ചൊരു ട്രഡീഷണൽ ടച്ചുള്ള അതേസമയം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സിറ്റി. അങ്ങ് ദൂരെ ചെറിയൊരു കുന്ന് കണ്ടോ? അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇനി അധികം ദൂരമില്ല കേട്ടോ. ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ലാത്ത ഈ മലകളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ പച്ച വിരിച്ച മലനിരകളൊക്കെ ഞാനങ്ങ് ഓർത്തു പോയി. അതിൻ്റെ ഒന്നും കൂടെ ഇതൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളം തന്നെയാണ് നല്ല ഭംഗിയുള്ളത്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് ഒരു ബ്രേക്ക്, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1200 മീറ്റർ മേലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ്, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് പോയിൻ്റ്. പക്ഷെ താഴേക്ക് സൂം ചെയ്ത് നോക്കിയിട്ട് പോലും ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫോഗ് അടിച്ച് കിടക്കുമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഈ യാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ബോണസ് മൊമെൻറ്റ്സാണ് ഇനി അങ്ങോട്ട്.
വെച്ച് ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇനിയും കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും വന്ന് നോക്കാം എന്താണെന്ന്. എനിക്ക് തോന്നുന്നു കുറച്ച് ഹോട്ടൽസ് എല്ലാം ആണെന്നാണ്. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. താഴെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്. ഇതിനിടയിൽ ഏകദേശം ഒരു 8ഓളം ഒബ്സർവേറ്ററി ഏരിയാസ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒന്നും ഇറങ്ങി നോക്കിയില്ല. നമുക്ക് ഡേ ലൈറ്റ് പോകുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ മേലെ എത്തണം എന്നുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ഇറങ്ങി നോക്കിയില്ല. തിരിച്ചു പോകുമ്പോൾ നോക്കാം. ബൈ ദിസ് ടൈം വാവക്കുട്ടൻ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അവനും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇരുട്ടാവുന്നത് വരെ നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. നമ്മൾ പോയത് നല്ല കറക്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഡേ വ്യൂവും നൈറ്റ് വ്യൂവും കിട്ടി. അബുദാബി അലൈൻ സിറ്റിയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. തിരിച്ചിറങ്ങുന്ന വഴിക്കുള്ള ഒരു ഒബ്സർവേറ്ററി ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഏകദേശം ഇതേ വ്യൂ തന്നെയാണ് എല്ലാ ഒബ്സർവേറ്ററി ഏരിയാസിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമേ ഇറങ്ങിയുള്ളൂ. ആക്ച്വലി നമ്മൾ ഒബ്സർവേറ്ററി ഏരിയയിൽ നിന്ന് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതേ വ്യൂ ഓരോ വളവ് തിരിയുമ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയും. എത്ര രസമായിരിക്കുന്നു അല്ലേ? ഈ ഏരിയയിൽ നിന്ന് തന്നെ ഒരു സെക്കൻഡറി ഒബ്സർവേഷൻ എന്നുള്ള നിലയ്ക്ക് ഇതിന് തൊട്ട് മേലേക്ക് അവരൊന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഓഫ് സ്റ്റെപ്സ് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. മാത്രമല്ല അവിടെ നിന്നും നമ്മൾ കാണുന്നത് ഇതേ സെയിം വ്യൂ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ടെൻഷൻസും വെറീസും എല്ലാം ആ ബ്യൂട്ടിഫുൾ സൺസെറ്റിൽ അലിയിച്ച് കളഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഫ്രഷ് ന്യൂ വീക്കിലേക്ക് ഇറങ്ങാണ്. ഇത്രയും നേരം ഞങ്ങളോട് കൂടെ ട്രാവൽ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.